മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. ചുക്ക് രുചിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിലൊന്നാണ് ഉണങ്ങിയ ഇഞ്ചി അഥവാ ചുക്ക്. പലഹാരത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചുക്ക് പ്രാചീന കേരളത്തിന്റെ കയറ്റുമതി പട്ടികയിലെ പ്രധാന ഇനങ്ങളിൽ ഒന്നാണ്. ഇഞ്ചിയും ചുക്കും ആഹാരമായും ഔഷധമായും ഉപയോഗിച്ചു പോരുന്നുണ്ട്. എങ്കിലും ഇഞ്ചിയേക്കാൾ ഗുണപ്രദമാണ് ചുക്ക്. ഇഞ്ചി ഉണക്കി നീര് കളഞ്ഞു സൂക്ഷിക്കുന്നതാണ് ചുക്ക്. പനി, ജലദോഷം മുതലായ മഴക്കാല രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ ചുക്കുകാപ്പിയും ചുക്കുവെള്ളവും സേവിക്കുക പതിവാണ്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന ആയുർവേദ ചൊല്ല് പരക്കെ അറിയപ്പെടുന്നതാണ്. സുഗന്ധവ്യഞ്ജന ഔഷധ തലങ്ങളിൽ നിന്നും ഭാഷയുടെ മേഖലയിലേക്കും ചുക്ക് ചില കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചുക്കുരൂപത്തിലേക്ക് ഇഞ്ചിയെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ചുമ്മാ കിട്ടുമോ ചുക്കിട്ട വെള്ളം എന്ന് ചോദിക്കാറുണ്ട്. ജീവിതത്തിൽ ഏത് ചെറിയ വിജയത്തിനു പിന്നിലും പരിശ്രമമുണ്ട് എന്നടയാളപ്പെടുത്തുന്ന ശൈലിയാണിത്. പിണക്കം തോന്നുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറയാറുണ്ട്. അമിതമായ ആത്മവിശ്വാസത്തെയും അല്പമൊക്കെയുള്ള ഗർവിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. യാതൊന്നിനും കൊള്ളാത്ത വസ്തുവിനെ ചുക്കിനും കൊള്ളാത്തത് എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പ്രയോജനമില്ലാത്തത് എന്ന് പ്രസ്താവിക്കുന്നതാണ് ഈ പരാമർശം. ചുക്ക് പ്രകൃത്യാ തന്നെ ഉഷ്ണമാണ്. എന്നാൽ ചുണ്ണാമ്പ് തണുത്തതും മൃദുവായതുമാണ്. ആയുർവേദത്തിലും മറ്റ് ദൈനംദിന ആവശ്യങ്ങളിലും ഇവ രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇതിൽ ഒരു വിഭാഗത്തിലും ഉൾപ്പെടാത്ത, അതായത് ഒരു മെച്ചവുമില്ലാത്തതിനെയാണ് ചുക്കിനും കൊള്ളാത്തത് എന്ന ശൈലി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പിശുക്കൻ എന്ന് പറയേണ്ടിടത്ത് ചുക്കുചട്ടി എന്ന് ചിലയിടങ്ങളിൽ വിളിച്ചു പോരുന്നു. ചെറുകഷ്ണങ്ങളായി മുറിയുക എന്ന അർത്ഥത്തിൽ ചുക്കുചുക്കായി ഉടയുക എന്നും പറയാറുണ്ട്. അർത്ഥമറിയാതെയുള്ള വായനയെയോ അസ്ഥാനത്തുള്ള പദവിഭജനത്തെയോ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് ചുക്കുമു, ലകുതി, പല്ലി എന്നത്. ചുക്ക്, മുളക്, തിപ്പലി ഇവ മൂന്നും എന്തെന്ന് അറിയാതെ തെറ്റായി പദം പിരിച്ച് ചുക്കുമു എന്നും ലകുതി എന്നും പല്ലി എന്നും വായിക്കുന്നതിലെ വിരോധാഭാസമാണ് ഈ ശൈലിയുടെ കാതൽ. ഭാഷയെയും സംസ്കാരത്തെയും സ്വാധീനിച്ച മറ്റൊരു സുഗന്ധവ്യഞ്ജനം മലയാളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്ന പോലെയാണ് മലയാളിയുടെ പ്രയോഗ സഞ്ചികയിൽ ചുക്കിന്റെ നിസ്സാരമല്ലാത്ത ഇടപെടൽ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും